ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും മലേഷ്യയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്വാലാലംപൂരിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധം, ഇന്റലിജൻസ് പങ്കിടൽ, സമുദ്ര സുരക്ഷ എന്നിവയിൽ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. ദുരന്ത നിവാരണം, അർദ്ധചാലക വികസനം, അഴിമതി വിരുദ്ധ പോരാട്ടം, സുരക്ഷ, സിനിമ, സംഗീത നിർമ്മാണം എന്നീ മേഖലകളിൽ ധാരണാപത്രങ്ങൾ കൈമാറി. പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും വ്യവസായികളുമായും പ്രധാനമന്ത്രി സംവദിച്ചു. ഇന്ത്യ-US ഇടക്കാല വ്യാപാര കരാർ കർഷക താൽപ്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചോളം, ഗോതമ്പ്, അരി, പഞ്ചസാര, സോയാബീൻ എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക പാലുൽപ്പന്നങ്ങൾക്ക് ഈ കരാറോടെ നേട്ടം ഉണ്ടാകും. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാരം വരും വർഷങ്ങളിൽ 45 ലക്ഷം കോടി രൂപയായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈന്റെ ജന്മവാർഷിക ദിനം. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തെ സ്മരിച്ചു. ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ 1897 ഇതേ ദിവസം ഹൈദരാബാദിലാണ് ജനിച്ചത്. പ്രസിദ്ധമായ 131ാമത് മാരാമൺ കൺവെൻഷന് തുടക്കമായി. പമ്പാ നദിയിലെ മാരാമൺ മണൽപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 8 ദിവസം നീളുന്ന കൺവെൻഷൻ ഫെബ്രുവരി 15-ന് സമാപിക്കും. തിരുവനന്തപുരം ജില്ലയിൽ ലൈസൻസ് നൽകിയിട്ടുള്ള സ്പാകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. പല സ്ഥലങ്ങളിലും അനധികൃത ക്രോസ് മസാജിംഗ് നടക്കുന്നുണ്ട്. അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാർ നാളെ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുമെന്നും മേയർ പറഞ്ഞു. തീപിടുത്തമുണ്ടായ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീൻ മന്ത്രി R. ബിന്ദു സന്ദർശിച്ചു. ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിന് സമീപം താൽക്കാലിക ക്യാന്റീൻ പ്രവർത്തിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗം നാളെ രാവിലെ 10 മണി മുതൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും. തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നതാണ് 2ാം ഭാഗം. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാകും. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് 5 വിക്കറ്റ് ജയം. 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലൻഡ് 17.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. അല്പസമയത്തിനകം നടക്കുന്ന 2ാം മത്സരത്തിൽ ഇംഗ്ലണ്ട് നേപ്പാളിനെ നേരിടും. ശ്രീലങ്ക-അയർലൻഡ് പോരാട്ടം രാത്രി 7-ന് നടക്കും. 8ാം സന്തോഷ് ട്രോഫി കിരീടത്തിനായി കേരളം സർവീസസ് പോരാട്ടം പുരോഗമിക്കുന്നു. അസമിലാണ് മത്സരം. സെമിയിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിലെത്തിയത്. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് എല്ലാ ദിവസവും ഒരു വിമാന സർവീസ് കൂടി ആരംഭിക്കും. കൊച്ചിയിൽ നിന്ന് രാവിലെ 11:20-ന് പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് 12:45-ന് അഗത്തിയിലെത്തും. ഫ്ലൈ 91 ആണ് സർവീസ് നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡുമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ ജനുവരിയിൽ 4,50,90 പേരാണ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. പ്രതിമാസമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. ലക്ഷദ്വീപ് പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ 3 ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും പ്രദർശനവും ആരംഭിച്ചു. കവരത്തിയിൽ സംഘടിപ്പിച്ച പരിപാടി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.